ഇരുമുടി കെട്ട് വലിച്ചിട്ട് കള്ളതരത്തിലൂടെ നേതാവായ കള്ളനെ എന്ന് നേതാവാക്കിയോ അന്ന് കെജെപിയുടെ നാശം തുടങ്ങി. കേരളത്തിൽ കെജെപിക്ക് വോട്ട് കൂടിയതിൽ ഒരു KJP നേതാവിനും പങ്കില്ല. വോട്ട് കേരളത്തിൽ കൂടിയത് പിണറായി വിജയൻ കാരണമാണ്. സാധാരണക്കാരായ ഹിന്ദുക്കളെ അദ്ദേഹം ബോധപൂർവം വെറുപ്പിക്കുകയും അതോടൊപ്പം അഴിമതിയില്ലാത്ത നരേന്ദ്രമോദിയാണ് തങ്ങളുടെ രക്ഷകൻ എന്ന് നിസ്സഹായരായ ഹിന്ദുക്കൾ കരുതുകയും ചെയ്തപ്പോൾ വോട്ട് കൂടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇരുമുടി കെട്ട് പറഞ്ഞാൽ എന്താണ്? അത് വലിച്ചിട്ടവനെ പ്രസിഡന്റ് ആക്കാൻ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ എങ്ങനെ ഗുണം പിടിക്കും? അല്ലെങ്കിൽ തന്നെ ഈ ഊള എന്ത് പ്രസിഡന്റ്? ഇവൻ ഈ ചുരുങ്ങിയ കാലത്ത് എന്തെല്ലാം ആരോപണങ്ങളിൽപ്പെട്ടു. ജാനുവിന് പണം കൊടുത്തത് മുതൽ സ്വന്തം മകന് പിൻവാതിൽ നിയമനം നേടിയത് തുടങ്ങി കൊടകരയും ധർമ്മരാജനും വരെ ഈ തെണ്ടി ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. തീർന്നില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഇവനല്ലേ ബലിദാനികളെ ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ നോക്കിയ നാറി? പാലക്കാടിലെ പഴയ BJP പ്രവർത്തകനാണ് ശിവരാജൻ. കോൺഗ്രസ് ഭരണകാലത്തും ബാങ്കിന്റെ ഡെയിലി ഡെപ്പോസിറ്റ് ഏജന്റായിരുന്ന ആൾ. എത്രയോ BJP കോൺഗ്രസ് LDF പ്രവർത്തകർക്ക് ബാങ്കുകളിൽ നിന്നും സഹായം വാങ്ങിക്കൊടുത്ത ഒരു മനുഷ്യൻ. കൃഷ്ണകുമാരൻ എന്ന ഇംഗ്ലീഷ് പണ്ഡിതൻ ഇംഗ്ലീഷിൽ പാമരനായ ശിവരാജനെ പരിഹസിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇനി ഒരിക്കൽ കൂടി ഈ കുമാരനും അവന്റെ കെട്ടിയോളും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചാൽ എന്താകും സ്ഥിതി? KJP കേരളത്തിൽ BJP ആകാൻ എന്ത് ചെയ്യണം? ആദ്യം BJP കേന്ദ്ര നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ BJPക്ക് വോട്ട് കൂടുന്നത് ഒരു കേരള നേതാവിന്റെയും കഴിവല്ല. അങ്ങനെ ചെയ്യാനുള്ള കഴിവ് കേരളത്തിൽ ഒരു നേതാവിനുമില്ല. കുമ്മനം, മുകുന്ദൻ, കൃഷ്ണദാസ് തുടങ്ങിയവരൊക്കെ മഹാന്മാരാണ്, പക്ഷേ ജനങ്ങൾ അടുപ്പിക്കില്ല. MT രമേശൻ, ഗോപാലകൃഷ്ണൻ ഇവന്മാരുടെ ഒന്നും കാര്യം പറയുകയും വേണ്ട. അങ്ങനെ നോക്കിയാൽ ഇതുപോലുള്ള ഊളകൾ ഒരു 300 എണ്ണം കാണും. മാറ്റി നിർത്തണം. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടണം. അല്ലെങ്കിൽ തന്നെ എന്ത് കമ്മിറ്റി? കുറെ നപുംസകങ്ങൾ. ഇവന്മാർ പ്രവർത്തിക്കാൻ അറിയാത്ത നേതാക്കൾ. സംസ്ഥാന വക്താക്കളായി യുവരാജ് ഗോകുൽ, ശിവശങ്കരൻ ഇവർ ധാരാളം. ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അറിയാം ഏതൊക്കെ മഹാന്മാർ സ്നേഹത്തിന്റെ കടയിൽ പോകും എന്ന്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയണം. ആ വാര്യരെ ഇവന്മാർ എല്ലാം കൂടി ചവിട്ടി പുറത്താക്കിയതാണ്. ടിവിയിൽ വന്ന് വള പറഞ്ഞാൽ അനുയായികൾ വരും എങ്കിൽ ആദ്യം ഗോപാലകൃഷ്ണനും സുരേന്ദ്രനും ഒക്കെ അനുയായികൾ വേണമല്ലോ. ഇവന്മാരെ കണ്ടാൽ തന്നെ കാർക്കിച്ചു തുപ്പും ജനങ്ങൾ. വാരിയർ ഇവന്മാരെക്കുറിച്ച് പറഞ്ഞ കാര്യം കൃത്യവും വ്യക്തവുമാണ്. വേറെ ഒരു പ്രധാന കാര്യം, പാണക്കാട് തങ്ങളെ കാണാൻ പോയ ആദ്യ BJP മഹാനല്ല വാരിയർ. മലപ്പുറത്തുള്ളവന്മാരൊക്കെ സ്ഥിരം പോകുന്നവരാണ്. പിന്നെ നമ്മുടെ ശ്രീധരൻ പിള്ളേച്ചൻ അവിടുത്തെ സന്ദർശകനും അഭ്യുദയകാംക്ഷിയുമാണല്ലോ. പ്രിയപ്പെട്ട ഹിന്ദു ഊളകളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീട് മോങ്ങാം. ശിവാജിയുടെ ഫോട്ടോയും തൂക്കി നടക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. വലിയ ഹിന്ദുത്വം പറഞ്ഞിരുന്ന ഒരു കിളവന്റെ ഉദ്ധവ് എന്ന കോമാളി തെണ്ടി എങ്ങനെയാണ് ഹിന്ദുക്കളെ വിട്ടുനക്കിയത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ സിംഹത്തെ പോലെ ഗർജിക്കേണ്ട. അതിന് നിങ്ങൾക്ക് കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് ചാവാലി പട്ടികളെ പോലെ ഓലിയിടുകയെങ്കിലും ചെയ്യ്. നിങ്ങളുടെ ചുറ്റുമുള്ള തീവ്രവാദി രാജ്യങ്ങളിൽ ഹിന്ദു ആയതുകൊണ്ട് മാത്രം നശിപ്പിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന എത്ര ഹിന്ദുക്കൾ. നിങ്ങൾ കിറ്റ് വാങ്ങി നക്കി പുഴുക്കളെ പോലെ ഇഴഞ്ഞു ജീവിക്ക്. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ സ്വന്തം കഴിവുകൊണ്ട് മാത്രം, സ്വന്തം ആർജവം കൊണ്ട് മാത്രം തൃശൂരിലെ ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി. അങ്ങനെ തൃശൂർ വിജയിച്ചു. അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇലഞ്ഞാഞ്ഞൂലുകൾ തല പോകുമ്പോൾ സ്വാഭാവികമായി സംശയിക്കും. ഇവനൊക്കെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെയും യഥാർത്ഥ തന്ത വേറെ ആരുടെ എങ്കിലും ആണോ എന്ന്.
ബിരിയാണി ചലഞ്ച്, ഇഡ്ഡലി ചലഞ്ച് തുടങ്ങി നക്കാനുള്ള ചലഞ്ച് അല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ ഇതാ വേറെ ഒരു ചലഞ്ച്. തന്റേടമുണ്ടെങ്കിൽ ചെയ്തു കാണിക്ക്. ഡിസംബർ 1 മുതൽ ഒരാഴ്ച ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന പീഡനത്തിന് എതിരായി ബ്ലോഗ് എഴുത്. നാട്ടിൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്ക്. കറുത്ത ബാഡ്ജ് ധരിക്ക്. ആർജവമുണ്ടോ ഞാഞ്ഞൂലുകളെ? കൂടാതെ നരേന്ദ്രമോദിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ കമന്റ് ചെയ്യ്. കേരളത്തിലെ BJP ഉള്ള കമ്മിറ്റിയെ പുറത്താക്കി പിണ്ടം വെക്കാൻ കഴിയില്ല എങ്കിൽ അവിലും മലരും വാങ്ങിക്കൂ.